നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നതെങ്കിലും അതൊന്നും പോരാ എന്നുള്ള ജനങ്ങളുടെ ആവശ്യപ്രകാരം ഇ ഡി തന്നെ അന്വേഷിക്കണം, അതായത് കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണമെന്ന് നേരത്തെ തന്നെ BJP പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നത് കേരള പോലീസിൻ്റെതാണ്. അതിന്റെ എല്ലാം കടിഞ്ഞാണിരിക്കുന്നത് പിണറായി വിജയന്റെ കയ്യിലാണ്. പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി. അതുകൊണ്ട് തന്നെ വാസവനെയും അതോടൊപ്പം തന്നെ മറ്റുള്ള CPM നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ SITയുടെ അന്വേഷണം ഒരു രീതിയിൽ ഒരു നിൽക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അന്വേഷണം മുന്നോട്ട് പോകാത്ത ഒരു അവസ്ഥയിലേക്ക് ഒരു ഫ്രീസായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് തന്നെ കോടതിക്ക് മനസ്സിലായതോടു കൂടിയാണ് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് തന്നെ അന്വേഷിക്കണം എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കുമ്പോൾ ഇപ്പോഴത്തെ, അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മന്ത്രി, സർക്കാർ, അങ്ങനെ വലിയ രീതിയിലേക്ക് ഒരു അന്വേഷണം അങ്ങോട്ടേക്ക് ചെന്നെത്തുമ്പോൾ കൂടുതൽ അറസ്റ്റിലേക്ക് ഉണ്ടാകും. അങ്ങനെ കടകംപള്ളി സുരേന്ദ്രനെ അടക്കം, മുൻ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അടക്കം ചോദ്യത്തിന്റെ റഡാറിലേക്ക് എത്തുമ്പോൾ ഒരു അറസ്റ്റ് ഉൾപ്പെടെ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ, അതായത് കടകംപള്ളി സുരേന്ദ്രൻ, മുഖ്യമന്ത്രി, അങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ, ഇവരെല്ലാവരെയും ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ റഡാറിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഒരു അന്വേഷണം പൂർണ്ണമാകുള്ളൂ. അതുകൊണ്ടാണ് നിലവിൽ ഈ അന്വേഷണം, ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റെടുക്കാൻ EDയും ഇപ്പോൾ രംഗത്തേക്ക് എത്തിയത്. കൊല്ലത്തെ വിജിലൻസ് കോടതിയാണ് ED അന്വേഷണത്തിന് നിലവിൽ അനുമതി നൽകിയിരിക്കുന്നത്. EDക്ക് മുഴുവൻ രേഖകളും നൽകാനാണ് കോടതിയുടെ ഉത്തരവ്. ക്ഷേത്രത്തിലെ സ്വർണ്ണ വിഹിതത്തിൽ വൻ തിരിമറി നടന്നുവെന്ന ആരോപണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിട്ട് രംഗത്ത് എത്തുകയാണ്. ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. സ്വർണത്തിന്റെ ഉറവിടം, അതിന്റെ വിനിയോഗവും ED കണ്ടെത്തും. ഇത് സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും കടുത്ത ഒരു വെല്ലുവിളിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ED അന്വേഷണത്തെ പ്രത്യേക അന്വേഷണ സംഘം എതിർത്തിരുന്നു, പക്ഷേ കോടതി അത് തള്ളി. രാഷ്ട്രീയക്കാർക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ എന്നും കേന്ദ്ര ഏജൻസി പരിശോധിക്കും. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളിൽ വൻതോതിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്ന ആരോപണത്തിലാകും പരിശോധന നടക്കാൻ പോകുന്നത്. ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച സ്വർണ്ണാഭരണങ്ങളും കാണിക്കയായി ലഭിച്ച സ്വർണ്ണ കട്ടികകളും രേഖകളിൽ ഉള്ളതുപോലെ സ്റ്റോക്കിൽ ഇല്ല എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നത്. അതിനെതിരെയാണ് ഇനി നടപടി വരാൻ പോകുന്നത്. സ്വർണം ഉരുക്കിയതിലും സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ചതിലും വൻതോതിൽ ക്രമക്കേട് നടന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇതിലെ കള്ളപ്പണ ഇടപാടുകളാണ് ED പ്രധാനമായും പരിശോധിക്കുക. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് ഈ ഇടപാടിൽ പങ്കുണ്ടോ എന്ന കാര്യമാണ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നത്. കോടതി അനുമതി കിട്ടിയതോടെ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും സ്വർണം കൈകാര്യം ചെയ്ത ജീവനക്കാരിൽ നിന്നും ED വിവരങ്ങൾ തേടും. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൃപ്തികരമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് ED ഇപ്പോൾ എത്തുന്നത്. EDക്ക് രേഖകൾ കൈമാറുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാട്. കോടതിയെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാദം തള്ളിയാണ് രേഖകൾ നൽകാനുള്ള ഉത്തരവ് ഇപ്പോൾ വന്നത്. ശബരിമലയിൽ ഭക്തർ വഴിപാടായി സമർപ്പിച്ച കിലോ കണക്കിന് സ്വർണം ഉരുക്കിയതിലും പുതിയ ആഭരണങ്ങൾ നിർമ്മിച്ചതിലും വൻ അഴിമതി നടന്നുവെന്ന ആരോപണം ഏറെ കാലമായി കേരളത്തിൽ പുകയുന്നുണ്ട്. ED പ്രധാനമായി അന്വേഷിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കുന്നതും സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഇതിലൊരു തിരിമറി നടന്നിട്ടുണ്ടെന്ന് കൃത്യമായി കഴിഞ്ഞാൽ അടുത്തത് CBI അന്വേഷണവും അതിനപ്പുറത്തേക്ക് NIA അന്വേഷണവും വരും. കാരണം NIA ഇതിൽ എന്തുകൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ വരാനുള്ള ഒരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അന്വേഷണം സംസ്ഥാനം വിട്ട് പുറത്തേക്ക് ആണ്. അതായത് തമിഴ്നാട്, ആന്ധ്ര, അങ്ങനെ രീതിയിൽ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ രാജ്യവിരുദ്ധരുടെ കയ്യിലേക്ക് സാധനങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നൊരു ആക്ഷേപം, അല്ലെങ്കിൽ ഒരു ആരോപണം ആ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ തന്നെയുണ്ട്. അപ്പോൾ ഇതിൽ NIAയുടെ ഒരു അന്വേഷണം എന്തായാലും അവസാന ഘട്ടത്തിൽ വേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഉരുപ്പടികളുടെ തൂക്കത്തിൽ വൻ കുറവുണ്ടായി എന്ന് ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഭക്തജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്. ED അന്വേഷണത്തിന് കോടതി അനുമതി നൽകിയതോടെ വർഷങ്ങളായി ദേവസ്വം ബോർഡ് പൂഴ്ത്തിവച്ചിരുന്ന ഓഡിറ്റ് റിപ്പോർട്ടുകളും സ്വർണ്ണ കൈമാറ്റ രേഖകളും ഇനി കേന്ദ്ര ഏജൻസികളുടെ മേശപ്പുറത്തേക്കെത്തും. അന്വേഷണം തങ്ങൾ നടത്തിയാൽ മതി എന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വാദം കോടതി തള്ളിയത് സർക്കാരിനും പോലീസിനും കനത്ത തിരിച്ചടിയാണ്. സ്വർണം ഒരുക്കിയതിലൂടെ നടന്ന കള്ളപ്പണ ഇടപാടുകളും അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക ബന്ധങ്ങളുമാണ് ED പ്രധാനമായും പരിശോധിക്കാൻ പോകുന്നത്. കേരളത്തെ വിറപ്പിച്ച സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് ഈ ഇടപാടിൽ പങ്കുണ്ടോ എന്ന കാര്യവും കേന്ദ്ര ഏജൻസി പ്രധാനമായി നിരീക്ഷിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും സ്വർണം കൈകാര്യം ചെയ്ത ജീവനക്കാരിൽ നിന്നും ED വിവരങ്ങൾ തേടും. സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൃപ്തികരമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് EDയുടെ ഈ നിർണായകമായ നീക്കം. ശബരിമല അയ്യപ്പന്റെ ആഭരണങ്ങളും സ്വർണവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്യന്തം പവിത്രമാണ്.
രാജഭരണകാലം മുതൽ ഓരോ കാലഘട്ടത്തിലും ഭക്തർ സമർപ്പിച്ച അമൂല്യ നിധികളാണ് ശബരിമലയിലുള്ളത്. ഈ സ്വർണത്തിൽ കൈവച്ചു എന്നത് കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങേയറ്റം വൈകാരികമായ ഒരു വിഷയമാണ്. അന്വേഷണം ഇ.ഡി. ഏറ്റെടുക്കുന്നതോടെ വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ നിഗൂഢതകളായ ഓരോ രഹസ്യങ്ങളും ഓരോന്നായി പുറത്തേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടുകൂടി ഇനി ദേവസ്വം ബോർഡ് വേണമോ എന്നൊരു ചോദ്യത്തിലേക്കാകും അവസാനം ജനങ്ങൾ അല്ലെങ്കിൽ ഭക്തജനങ്ങൾ തന്നെ എത്തി നിൽക്കുക.